ഞാനിനി വഡോദരയിൽ ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ബാംഗ്ലൂർ ജോലി കിട്ടി. ഞാൻ വഡോദരയിൽ റിസൈൻ ചെയ്തു. ഞാനിപ്പോൾ നാട്ടിലെത്തിട്ടോ. ഇതാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നേ, അനന്തന്റെ അമ്മമ്മ മാത്രമേ ഉള്ളൂ, അമ്മ ഇല്ലേ, വേറെ ആരും ഇല്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഒക്കെ എല്ലാവരും ഉണ്ട്. അച്ഛൻ പിന്നെ ഞാൻ കുട്ടിക്കാലത്തുള്ള സമയത്ത് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. അതിനുശേഷം അമ്മയാണ് ഞങ്ങളെ നോക്കിയിട്ടുള്ളത്. അമ്മ അമ്മമ്മയുടെ അടുത്ത് കൊടുന്നാക്കി ഞങ്ങളെ രണ്ടാളേനെയും, എന്നെയും ചേച്ചീനെയും. പിന്നെ അമ്മമ്മയെ ഞങ്ങളെ നോക്കിയത്. അതുകൊണ്ടാണ് ഇത്രയും കഥകൾ അമ്മമ്മയുടെ അടുത്ത് നിന്ന് കിട്ടാൻ കാരണേ. അമ്മ പിന്നെ ബാംഗ്ലൂർക്ക് പോയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നേ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ 9th എത്തിയപ്പോഴേക്കും അമ്മ നാട്ടിൽ വന്നിട്ട് ഗൾഫിലേക്ക് പോയി. അവിടെ സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടി. അതിനുശേഷം ഞാൻ 12th കഴിഞ്ഞ് ഡിഗ്രി പഠിക്കാൻ മദ്രാസിലേക്ക് പോയപ്പോഴേക്കും അമ്മ ഗൾഫിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോലിക്ക് പോയി. പിന്നെ അമ്മ ഇപ്പോൾ ബാംഗ്ലൂരാണ്. അവിടെ ഒരു കമ്പനിയിൽ അമ്മ അസിസ്റ്റന്റ് മാനേജറാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ അങ്ങനെ നിന്നിട്ടില്ല, അമ്മമ്മയുടെ കൂടെ നിന്നേക്കണേ. അതുകൊണ്ട് എത്ര കഥകൾ കിട്ടാൻ കാരണേ. നിങ്ങളുടെ പോലെയൊന്നും എനിക്ക് അമ്മയുടെ കൂടെ ഒരു വർഷം പോലും തികച്ച് നിൽക്കാൻ പറ്റിയിട്ടില്ലേ. ഞാൻ നാട്ടിലുണ്ടെങ്കിൽ അമ്മ ബാംഗ്ലൂർ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ മദ്രാസിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ നാട്ടിലേക്ക് എത്തും. നിങ്ങളെ പോലെയൊന്നും എൻ്റെ കുട്ടിക്കാലം അമ്മയുടെ കൂടെ അല്ല ഉണ്ടായിരുന്നത്, അമ്മമ്മയുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളുടെ ആ കുട്ടിക്കാലം ഞാനിപ്പോൾ അനുഭവിക്കാൻ പോവാണ്. എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാൻ തിരിച്ചു പോവാണ്. ഇനി മുതൽ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടാവുക. അപ്പം എന്നാൽ ശരി കേട്ടോ, പോയിട്ട് പണിയുണ്ട്.